3 സിസേറിയൻ ആണ് ആകെ ചെയ്തിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ സിസേറിയൻ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിൽ വെച്ചാണ്, അതായത് മൂന്നാമത്തെ സിസേറിയൻ ഭയങ്കര റിസ്ക് ആണ് എന്ന് ഡോക്ടേഴ്സ് അതിന് മുന്നേ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു സിസേറിയൻ കഴിഞ്ഞു, അനസ്തേഷ്യന്റെ ഇഫക്റ്റ് വിട്ട മുതൽ കഠിനമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചു ഈ ഒരു മൂന്നാമത്തെ സിസേറിയന്റെ ഒരു 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന ഒരേ സ്ഥലത്താണല്ലോ, അപ്പൊ ആ ഒരു സ്റ്റിച്ചിന്റെ വേദനയാണെന്നാ വിചാരിച്ചത്. അപ്പൊ ഡോക്ടേഴ്സിനോട് വേദന പറഞ്ഞപ്പോഴും അവരും അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം, ഒരു 4 വർഷം 10 മാസത്തോളം എൻ്റെ വയറിൽ ഞാൻ അറിയാതെ ഈ വേദന സഹിച്ച് സഹിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. അവിടെ ഞാൻ പറയുന്നില്ല, ഈ ഒരു വേദന ഫോക്കസ് ചെയ്ത് പറയുന്നില്ല, ബാക്കിയുള്ള രോഗങ്ങളാ പറയുന്നത്. ഞാൻ ക്ഷീണിക്കുന്നതും ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദനകള്, സ്റ്റിച്ചിന് വേദന ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് സ്റ്റിച്ച് ഉണങ്ങിയിട്ടില്ലായിരുന്നോ? പുറമൊക്കെ ഉണങ്ങിയിട്ട് ഉള്ളിൽ സ്റ്റിച്ച് എവിടെയോ കൊളുത്തി വലിയുന്നുണ്ട്, വേദന ആവുന്നുണ്ട്, അങ്ങനെ പറയുന്നുള്ളൂ. അപ്പൊ ഇൻഫെക്ഷനോ അങ്ങനത്തെ ഞാൻ കാര്യം? അവസാനം ഒരു ഇൻഫെക്ഷൻ ആയി, ബർത്തോളിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻ വന്നു. 3 പ്രാവശ്യം സെയിം ഇൻഫെക്ഷൻ വന്നു. ഒരുപാട് ലോക്കൽ ചെറിയ സർജറികളൊക്കെ വേണ്ടി വന്നു. അതിൽ അവസാനം ഒരു ബർത്തോളിൻ റൈറ്റ് സൈഡിലെ ഗ്ലാൻഡ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരുപാട് ചികിത്സകള്, വേദന ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ക്ഷീണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതുമായി ഒരുപാട് ക്യാൻസർ ടെസ്റ്റ് വരെ ഞാൻ നടത്തിയിട്ടുണ്ട്, ഒരു കൈക്ക് വേദന വന്നപ്പോ. അപ്പൊ അങ്ങനെ അവസാനം ഇത് ഈ ഒരു പൊസിഷൻ മാറിയിട്ട് മൂത്രസഞ്ചിയിലേക്ക് കുത്തി നിൽക്കാൻ തുടങ്ങി. അതിൽ ഭയങ്കരമായ പഴുപ്പും ഭയങ്കര വിഷയങ്ങളും യൂറിനിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി, പഴുപ്പായിട്ട്. അപ്പൊ സാധാരണ യൂറിനൽ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചു 6-7 മാസം ഒരുപാട് ഡോസ് കൂട്ടി കൂട്ടി ആന്റിബയോട്ടിക്കും വേദന സംഹാരികളും ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ച് അവസാനം ഒരു വിധത്തിലും സഹിക്കാനാവാത്ത വേദനയാണ് മനസ്സിലാവുന്നതാണ് ഇക്ര ഹോസ്പിറ്റലിൽ പോകുന്നതും. സാധാ സ്കാനിങ്ങിൽ മനസ്സിലാവുന്നില്ല, അതിലെന്തോ സ്റ്റോണാന്നാ പറയുന്നത്, ബ്ലാഡറിന്. അതും കഴിഞ്ഞിട്ട് അവിടെ എന്തോ മുറിവൊക്കെ കാണുന്നുണ്ട്, സീറ്റ് ചെയ്യണമെന്നാണ്. CT സ്കാൻ ചെയ്തപ്പോഴാണ് എന്തോ ഒരു മെറ്റൽ ഉണ്ട് എന്ന് അറിയുന്നത്. മെറ്റല് ഇത്രയും വലിയൊരു ഉപകരണമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും അതിന് എത്ര 3 ഇഞ്ച് 12 12 സെന്റിമീറ്റർ നീളവും 6.1 സെന്റിമീറ്റർ വീതിയും, ആർട്ടറി ഫോർസെപ്സ്. മറ്റേതാണെങ്കിൽ വീതി വരുന്നത് 6.1. അപ്പൊ അത്രയും വലിയൊരു സാധനം നമ്മൾ ആ ഒരു പോഷൻ മൊത്തം വേദന ആകുന്നുണ്ടെങ്കിലും നമുക്ക് വിചാരിക്കുന്ന അത്രയും ഭാഗവും സിസേറിയന് വേണ്ടി കീറുമല്ലോ. അപ്പൊ ആ ഒരു ഭാഗത്ത് എന്തോ കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോ സിസേറിയൻ, എന്റെ കുടുംബത്തിൽ അധികം ആർക്കും സിസേറിയൻ അല്ല, അപ്പൊ ഒരു സിസേറിയൻ കൊണ്ടുള്ള ആ ഒരു മുറിവിന്റെ വേദനയാണ്, അത് കുറച്ച് സമയം എടുക്കും മാറാന് എന്നുള്ള ആ ഒരു ഇതില്. പിന്നെ ഈ ഒരു വേദന ശീലമായി പോയി എനിക്ക്. അതിന്റെ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മാത്രമേ മനസ്സിലാവൂ. വേദനയെ ഒരു സുഹൃത്തായിട്ട് കാണാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവര് നോക്കുമ്പോ എനിക്ക് പ്രത്യക്ഷത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തോ ഒരു വേദനക്കാരി, ഒരു വയ്യാത്ത ആള് എന്നുള്ള രൂപത്തിലായി. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളോടുള്ള ഒരു ആ ഒരു ഇതും, പിന്നെ ശാരീരിക വേദനയെക്കാളും ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഹസ്ബൻഡും ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് എന്റെ കൂടെ കയറി ഇറങ്ങുകയാണ്. നമ്മൾ ഈ ഒരു വേദന വരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കേ പോകും. കാരണം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു കഠിന വേദനയായി വന്നാലുള്ള അവസ്ഥ വരുന്നവർക്കറിയാം. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങോട്ടോടി നമുക്ക് മാക്സിമം വേദന കൂടുക എന്നല്ലാണ്ട് അതിന് കുറവ് വരണമെങ്കിൽ ഒരുപാട് ക്ഷമയും വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ചെലവ് വന്നു. ഹസ്ബൻഡ് ഞങ്ങൾ കൊല്ലത്തായിരുന്നു താമസം 4-5 വർഷത്തോളം. അവിടെയുള്ള ബിസിനസ് വരെ നിർത്തി നാട്ടിലേക്ക് ഹസ്ബൻഡ് ബിസിനസ് അവിടെയായിരുന്നു, കൊല്ലത്തായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ചെലവുകളൊക്കെ വന്നു. അങ്ങനെയാണ് ഒരു 4 വർഷം 10 മാസം കഴിഞ്ഞ് ഈ ഒരു സംഭവം അറിയുന്നതും പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വന്നു. കാരണം ഇത് പുറത്തെടുക്കണ വലിയൊരു മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും നിൽക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരുപാട് സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു സാമ്പത്തിക ഒരു അവസ്ഥ ഇത്രയും ഒരുപാട് ഡൗൺ ആയി. ആ ബിസിനസ് തകർന്നു. പിന്നെ മൊത്തത്തിലേക്ക് കടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇത് അറിയുന്നത്. അങ്ങനെ അപ്പോ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഞങ്ങൾ വീണ്ടും വന്നു. അവിടുന്ന് തന്നെ വലിയൊരു ഓപ്പറേഷൻ, അതായത് 3-4 മെയിൻ ഡോക്ടേഴ്സ് നിന്നും ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് വയറ് തുരന്ന് ആണ് ഈ സാധനം എടുക്കുന്നത്. കാരണം 4-5 വർഷം വയറിൽ കിടന്നിട്ട് ഒരു ഫോറിൻ ബോഡി നമ്മളെ വയറിനുള്ളിൽ കിടക്കുമ്പോൾ അതിനെ മൂടി 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 നമ്മളെ ബോള് പോലായിട്ട് ഇതൊക്കെ മാന്തി തുരന്ന് എടുത്തെന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു. അപ്പോ ഇത് നേരെ അങ്ങനെ കുത്തനാണ് കീറിയിട്ടുള്ളത്. 19 സ്റ്റിച്ചോളം ഉണ്ട്. അത്രയും വേദന ഇപ്പോഴും ഞാൻ ഈ ഒരു നിൽക്കുന്ന അവസ്ഥയിലും ഞാൻ ആ ശരിക്കും ആ വേദന സഹിക്കുന്നുണ്ട്. ആ ഒരു ഓപ്പറേഷൻ എടുക്കാനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം ഞാൻ സഹിച്ച വേദന എന്ന് പറഞ്ഞാൽ അത്രയധികം, ഞാൻ മരിച്ചു പോകുന്ന ഉറപ്പിച്ച വേദന. അത്രമാത്രം വേദന അന്ന് സഹിച്ചു. ഇപ്പോഴും ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ
5 വർഷത്തോളം ഒരു വേദന കൂട്ടായി ഒരു ശീലമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ഒരു ഊർജ്ജത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഒരു നോർമല് മനുഷ്യൻ താങ്ങാവുന്ന വേദനയെക്കാളും കൂടുതൽ വേദന അനുഭവിച്ച് ഇപ്പോഴും ഞാൻ ഈ ഒരു സമരത്തിൽ ഇരിക്കുന്നത്. അത്രയും വേദന. രാത്രി ഈ ഒരു നമ്മളെ ഈ ഒരു എന്താ പറയാ നീതിക്കാണ് നമുക്ക് അത്ര അർഹതപ്പെട്ട ഒരു നീതി നടപ്പിലാക്കാനുള്ള ഒരു മനസ്സിന്റെ ഊർജ്ജം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വീട്ടിലെത്തി രാത്രി കിടക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ഉറക്കം വരാത്ത അവസ്ഥയിലാണ് രാത്രി കിടക്കുന്നത്. അത്രയും വേദന ഇപ്പോഴും സഹിക്കുന്നുണ്ട്. പിന്നെ മരുന്ന് ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഇങ്ങനെ കുടിക്കാൻ വരുമ്പോൾ ശരീരത്തിന് പിന്നെയും ബാധിക്കല്ലോ. ഒരു വിധത്തിന് മുന്നോട്ട് പോലെ സഹിക്കാനാവില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ മരുന്ന് ഈ കുടിക്കുന്നത്. സമയത്ത് വേദന സംഹാരിക കഴിക്കുന്നുണ്ട്, കിഡ്നി അതുപോലുള്ള അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇപ്പം നിലവിൽ? ഇപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഇന്റേണൽ ഓർഗൻസിനൊന്നും കുഴപ്പമില്ല. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നാണ്. അപ്പൊ ഇനി എന്താന്ന് അറിയില്ല. ഇനി മുന്നോട്ട് ചികിത്സകൾ എന്തായാലും ആവശ്യം ഒരുപാട്. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു എത്രയോ പ്രാവശ്യം ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഈ ഈ ശസ്ത്രക്രിയ ഉപകരണം അല്ലെങ്കിൽ ആ കത്രിക എന്ന് പറയുന്ന ഇത് എടുത്തതിന് ശേഷം ആ ഡോക്ടർമാര് എന്താണ് പറഞ്ഞത്? ഡോക്ടേഴ്സ് വന്നിട്ട് എന്റെ അടുത്ത് വന്നു. ഞാൻ ഡോക്ടേഴ്സിനോട് ഒന്നും ചോദിക്കുന്നില്ല. 2-3 ദിവസമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചു, നീ അറിഞ്ഞിരുന്നോ എന്താണ് മരുന്ന് എടുത്തതെന്ന്? ഞാൻ ചോദിച്ചു, ആ കത്രിക അല്ലേന്ന്. അപ്പൊ ആ കത്രിക അല്ല, അതിന് ശാസ്ത്രീയ നാമം ആർട്ടറി ഫോർസെപ്സ് ആണ്. നീ എങ്ങനെ ഈ ഒരു 4 വർഷം 4.5 വർഷം 5 വർഷത്തോളം എങ്ങനെ ഇതും വയറ്റിലെടുത്ത് നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ പോലും അത്ഭുതപ്പെടുന്നു. നീ ദൈവത്തിനെ സ്തുതിച്ചോ. എന്റെ ഇന്റേണൽ ഓർഗൻസിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് ഈ ഒരു നമ്മളിൽ നിന്നൊന്ന് റെഡി ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും അത്രയും വലിയ ഓപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ട സംഭവമാണ്. കാരണം ഇത്രയും കാലം എങ്ങനെ ഈ ഒരു സംഭവം കൊണ്ട് നടന്നു എന്നുള്ളതാണ്.